PS വലിയ ഒരു ജനക്കൂട്ടത്തിന്റെ ആൾക്കൂട്ടത്തിന്റെ ഒക്കെ നേതാവായി മാറുകയും അല്ലെങ്കിൽ അതിന്റെയൊക്കെ എക്കാലത്തെയും വലിയ നേതാവായി നിൽക്കുകയും നേതാക്കന്മാരിൽ ആ നിലയിൽ സവിശേഷമായ സ്വഭാവം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ VS-നെ പറ്റിയുള്ള ഓർമ്മകൾ എത്രത്തോളമുണ്ട് എന്നത് അദ്ദേഹത്തിന്റെ പഴയ സഹപ്രവർത്തകരും പേഴ്സണൽ സ്റ്റാഫിലുള്ളവരുമൊക്കെ ഇവിടെ എത്തുന്നുണ്ട്. അവർക്കൊക്കെ എത്രയോ അനുഭവങ്ങൾ പറയാൻ കഴിയും. ഞാൻ എന്തെങ്കിലും ഒന്ന് ചോദിക്കുന്നില്ല, എനിക്കറിയാം എന്താണ് ആ അകത്തുള്ളതെന്ന് എനിക്കറിയാം. ഇപ്പൊ കേറിട്ട് വരും എത്രയോ പതിറ്റാണ്ടുകളായുള്ള ബന്ധവും അല്ലേ. പ്രസ് സെക്രട്ടറി ആയിട്ട് 7 വർഷം പ്രവർത്തിക്കുകയുണ്ടായി. അതുകൂടെ അത് വളരെ ആ അനുഭവങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഒരു യുഗത്തിന്റെ അന്ത്യം എന്ന് പറയുന്നത് വളരെ അക്ഷാർത്ഥത്തിലുള്ള ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. അത് അവസാനം വരെ അങ്ങനെ തന്നെ അതേ രീതിയിൽ തന്നെ തുടർന്നു എന്നുള്ളത് ഒരുപക്ഷെ മറ്റ് പലർക്കും നമുക്കത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള തുടക്കം എന്നുള്ള അവസാനം വരെ ഒരേ നിലയിൽ തൊഴിലാളി വർഗത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള കർഷക തൊഴിലാളികളുടെ സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തി പ്രവർത്തനം. അതുപോലെ അദ്ദേഹം ഈ ഏത് കാലഘട്ടത്തിൽ ജനങ്ങളോടൊപ്പം നിന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് നമുക്കത് പിന്നെ വിശദീകരിച്ച് പറയാൻ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് നമ്മൾ അവരോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങളിലും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴും ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങളിലും മുഖ്യമന്ത്രിയാവുമ്പോഴും അതിൽ ലെവലേശം പിന്നോട്ട് പോകുന്നില്ല. ഇപ്പോൾ നെൽവയൽ തണ്ണീർത്തട നിയമമൊക്കെ അദ്ദേഹത്തിന്റെ സമരത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടു വന്ന ആശയം പിന്നീട് മുഖ്യമന്ത്രിയായപ്പോഴൊരു നിയമമാവുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണല്ലോ അല്ലേ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. VS-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് അദ്ദേഹത്തിനെതിരായിട്ട് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെട്ടിനിരത്ത് എന്നുള്ള രീതിയിലാണ് വന്നത്. അപ്പോൾ അത് വാസ്തവത്തിൽ ആ വെട്ടിനിരത്തിൽ ആദ്യം പരിഹസിച്ചവർക്ക് പിന്നീട് അത് കേരളത്തിന്റെ പരിസ്ഥിതിയെയും മണ്ണിനെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു പോരാട്ടമായി മാറുകയും അദ്ദേഹം അധികാരത്തിൽ വന്ന ശേഷം അത് വിസ്മരിക്കുകയല്ല. അതിനുശേഷം അദ്ദേഹം ചെയ്തത് 2008 തണ്ണീർത്തടവും അതുപോലെ തന്നെ നെൽപ്പാടങ്ങളും നികത്തുന്നതിനെതിരായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമം എന്നുള്ളത് ഒരു പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിലുള്ള ഏറ്റവും, കാരണം നമ്മൾ 9 ലക്ഷം ഹെക്ടർ ഉണ്ടായിരുന്ന നെൽപ്പാടങ്ങൾ 2 ലക്ഷത്തോളം ആയി കുറഞ്ഞ ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് അത് ഈ നെൽപ്പാടങ്ങൾ സംരക്ഷിക്കുന്നത്. നെൽപ്പാടങ്ങൾ മാത്രമല്ല, നമ്മുടെ ജനതയെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു വലിയ, ഒരുപക്ഷെ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട 2 മിച്ചഭൂമി സമരം ഇങ്ങോട്ട് എടുത്താൽ മിച്ചഭൂമി 1970-71 കാലത്ത് നടന്ന മിച്ചഭൂമി സമരം, ആ മിച്ചഭൂമി സമരത്തിന് ശേഷമുള്ള അതിന്റെ മറ്റൊരു മിച്ചഭൂമി സമരം എന്ന് പറഞ്ഞാൽ 36 ലക്ഷം ആളുകൾക്ക് വാസ്തവത്തിൽ ഈ കുടികിടപ്പ് അവകാശം മറ്റേ സംരക്ഷണം ഉണ്ടായിട്ടുള്ളത് പിന്നെ 2ാം EMS ഗവൺമെന്റിന്റെ കാലത്ത് വന്നിട്ടുള്ള പിന്നെ ഭൂപരിഷ്കരണം നടപ്പായി വരുന്ന സംഭവം. അപ്പോൾ അതിനുശേഷമുള്ള ആ ഭൂമിയുടെ അവകാശം നേടുന്നതിന് വേണ്ടി VS-ന്റെ നേതൃത്വത്തിൽ, VS-ന്റെ AKGയുടെ ഒക്കെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സമരം, ആ സമരത്തിന്റെ ആണ് കേരളത്തിന് ഇന്നത്തെ കേരളയ്ക്ക് മറ്റു നിരത്ത് വലിയ പങ്കുവച്ചത്. അപ്പോൾ അതിനുശേഷം ഉള്ള ഏറ്റവും ഒരു നിർണായക നാഴികക്കല്ലാണ് ഈ നെൽപ്പാടങ്ങൾ പിന്നെ നികത്തുന്നതിനെതിരായിട്ടുള്ള സമരം. പക്ഷെ അത് ഇന്ന് വേണ്ട രീതിയിൽ പിന്നെ അത് നടപ്പായി പറയാൻ പറ്റില്ല. കാരണം അതിനുശേഷം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു. ചേർക്കൽ ഇപ്പം മറ്റത് പിന്നെ അത് പൂർണ്ണമായിട്ടും വെള്ളം ചേർക്കെന്ന് പറയുന്ന ആൾക്കാരുടെ ആവശ്യങ്ങളും കൂടി ഉണ്ടാവാം. ഏതായാലും ആ സംഭവങ്ങൾ പിന്നെ ഇല്ലാതായി എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതുപോലെ തന്നെ VS ഉയർത്തിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, പ്രധാനപ്പെട്ട നമ്മുടെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഏറ്റവും പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ അവകാശം, ജനങ്ങളുടെ കയർ തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക. ഈ കർഷക തൊഴിലാളി പെൻഷൻ അത് VS പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലുള്ള 1980 വന്നിട്ടുള്ള ഗവൺമെന്റ് വന്നപ്പോൾ ആദ്യം തന്നെ എടുത്ത ഒരു സംഭവം. ആ കർഷക തൊഴിലാളി സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു VS, സ്ഥാപക നേതാവാണ്. ആ സ്ഥാപക നേതാവായതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നം, അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇത് പരിഹരിക്കുക. അവർക്ക് പെൻഷൻ 45 രൂപയായിരുന്നു ആദ്യത്തെ പെൻഷൻ, ഒന്നാം നായനാർ ഗവൺമെന്റ് 45 രൂപ. ഇപ്പോൾ 1600 രൂപയായിട്ട് മാറി, അത് ഘട്ടം ഘട്ടമായിട്ട്. അതായത് നമ്മുടെ ലോകത്ത് ആദ്യമായിട്ട് ഒരുപക്ഷെ ഏറ്റവും പിന്നെ സർക്കാർ ജീവനക്കാരോ അല്ലെ അങ്ങനെ അല്ലാത്തവർക്ക് പെൻഷൻ എന്നൊരു സംഭവം വരുന്നു. അതൊരു ഐതിഹാസികമായിട്ട് സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഐതിഹാസികമായ സംഭവം വരുന്ന സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രി അല്ലെങ്കിലും അദ്ദേഹം സെക്രട്ടറി ആയിട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചാണ് വരുന്നത്. അപ്പോൾ അത് വലിയ രീതിയിൽ, അത് കർഷക തൊഴിലാളിയുടെ ഒരു സംഘാടകൻ എന്ന നിലയിൽ നമുക്കൊരിക്കലും ഈ കേരളത്തിന് വിസ്മരിക്കാൻ പറ്റുന്ന ഒരാളല്ല അദ്ദേഹം.